ഹായ് നമ്മളെ 5ാം ക്ലാസ്സിന് മാത്സിന് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് മാഷി പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ ആവർത്തിച്ച് പറയാണ്. പുതിയ സിലബസ് ആണെങ്കിലും ഈ ചോദ്യം ഉറപ്പായിട്ടുണ്ടായിരിക്കും. കാരണം ഈ ചോദ്യം നമുക്ക് മാറ്റി വെക്കാൻ കഴിയൂല. നമ്മൾ ആനുവൽ എക്സാമിന് ഉറപ്പായിട്ടുണ്ടായിരിക്കുന്ന ഒരു ചോദ്യമായിരിക്കും ഇത്. വേറെ ഒന്നുമല്ല, നമുക്ക് കുറച്ച് റെക്ടാങ്കിളുകൾ തരും, അതിന്റെ ഏരിയ കാണാൻ വേണ്ടി പറയും. നമുക്ക് എല്ലാവർക്കും അറിയാം റെക്ടാങ്കിളിൽ ഏരിയ കാണൽ എങ്ങനെയാണെന്ന്, അതിന്റെ പരപ്പളവ് എങ്ങനെ കാണാൻ. ഒരു റെക്ടാങ്കിളിലെ പരപ്പളവ് ഏരിയ എങ്ങനെ കാണുക, അതിന്റെ നേരിലുള്ള അളവ്, അതായത് നീളം, ലെങ്ത് എത്രയും നോക്കുക. ഇതിന്റെ ലെങ്ത് എത്രയാണ്? 6 സെന്റിമീറ്റർ അവിടെ തന്നിട്ടുണ്ട്. അപ്പൊ ലെങ്ത് 6 സെന്റിമീറ്റർ. പിന്നെ എന്താ നോക്കേണ്ടത്? പിന്നെ അതിന്റെ കുത്തിനുള്ള അളവ്, ബ്രെഡ്ത്ത്, വീതി എത്രയും നോക്കുക. ഇതിന്റെ വീതി എത്രയാണ്? ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? 3 സെന്റിമീറ്റർ. അപ്പൊ ഞാൻ അതും എഴുതി 3 സെന്റിമീറ്റർ അല്ലേ. ഈ ലെങ്ത്തും ബ്രെഡ്ത്തും ഉപയോഗിച്ചിട്ടാണ് ഏരിയ, പരപ്പളവ് നമ്മൾ കാണുക. അതെങ്ങനെയാണ്? അതിനേക്കാൾ സിമ്പിൾ ആണ്. എന്ത് ചെയ്താൽ മതി? ലെങ്ത്തും ബ്രെഡ്ത്തും മൾട്ടിപ്ലൈ ചെയ്താൽ ഏരിയ ആയി. ഇത്രേ ഉള്ളൂ. അപ്പൊ 6 3 മൾട്ടിപ്ലൈ ചെയ്താൽ ഇതിന്റെ ഏരിയ ആയി. 6 3 മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ? 18 ആണ് കിട്ടുക. 18 ആണ് ഇതിന്റെ ഏരിയ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് അറിയോ? ഇവിടെ ലെങ്ത്തും ബ്രെഡ്ത്തും സെന്റിമീറ്ററിലാണ്. അപ്പൊ ഏരിയയുടെ കൂടി നമ്മൾ സെന്റിമീറ്റർ ആണ് കൊടുക്കേണ്ടത്? അല്ല, പെരിമീറ്റർ, ചുറ്റളവാണെങ്കിൽ ലെങ്ത്തും ബ്രെഡ്ത്തും സെന്റിമീറ്റർ ആണെങ്കിൽ സെന്റിമീറ്റർ തന്നെയാണ് കൊടുക്കേണ്ടത്. പക്ഷെ ഏരിയ ആണിത്, പരപ്പളവാണ്. പരപ്പളവിന്റെ കൂടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു സ്ക്വയർ അധികം കൊടുക്കണം. അതായത് ലെങ്ത്തും ബ്രെഡ്ത്തും സെന്റിമീറ്ററിലാണെങ്കിൽ ഏരിയ, പരപ്പളവ് നമ്മൾ എങ്ങനെ പറയാന്ന് അറിയോ? സ്ക്വയർ സെന്റിമീറ്ററിലാണ്. സ്ക്വയർ സെന്റിമീറ്റർ. മലയാളത്തിലാണെങ്കിൽ ചതുരശ്ര സെന്റിമീറ്റർ എന്ന് നമുക്ക് പറയാം. ചതുരശ്ര സെന്റിമീറ്റർ സെമി. ഇത് വേണമെങ്കിൽ ചുരുക്കിയിട്ട് SQCM എന്ന് പറയാം. സ്ക്വയർ സെന്റിമീറ്റർ ചുരുക്കിയിട്ട് SQCM എന്ന് പറയാം. അതുപോലെ മലയാളത്തിലാണെങ്കിൽ ച സെമി എന്ന് പറയാം. ചുരുക്കിയിട്ട് നമുക്ക് ച സെമി, ചതുരശ്ര സെന്റിമീറ്റർ എന്നുള്ളത് അത് ആലോചിച്ച് വെക്കുക. അപ്പോ സ്ക്വയർ ഒരു ചതുരശ്ര അധികം വരും. ആരെ കൂടെ? നമ്മൾ പരപ്പളവിന്റെ ഏരിയയുടെ കൂടെ. ലെങ്ത്തും ബ്രെഡ്ത്തും സെന്റിമീറ്ററിലാണെങ്കിൽ ഏരിയ പറയാ സ്ക്വയർ സെന്റിമീറ്റർ, ഒരു സ്ക്വയർ അധികം വരും. ഇത്രയേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഏരിയ എന്തായിരിക്കും? ഇതിന്റെ ലെങ്ത് എന്താ? 15 മീറ്റർ. ലെങ്ത് 15. ബ്രെഡ്ത്ത് എന്താ? വീതി 2 മീറ്റർ. ബ്രെഡ്ത്ത് 2. അപ്പൊ ഏരിയ, പരപ്പളവ് എന്താണ്? സിമ്പിൾ. ലെങ്ത്തും ബ്രെഡ്ത്തും മൾട്ടിപ്ലൈ ചെയ്താല് ഏരിയയായി, പരപ്പളവായി. 15 × 2 30 ഇതിന്റെ ഏരിയ. 30 ഇതിന്റെ പരപ്പളവ്. സെറ്റ് അല്ലേ? ഏരിയയുടെ കൂടെ എന്താ ചേർക്കേണ്ടത്? നേരത്തെ ലെങ്ത്തും ബ്രെഡ്ത്തും സെന്റിമീറ്റർ CM-ലായിരുന്നു. ഇവിടെ എന്തില്ല? M, മീറ്ററിലാണ്. ലെങ്ത്തും ബ്രെഡ്ത്തും മീറ്ററിലായി കഴിഞ്ഞാൽ ഏരിയയുടെ കൂടെ എന്താ ചേർക്കുക? സ്ക്വയർ അധികം കൊടുത്താൽ മതി അല്ലേ? സ്ക്വയർ മീറ്റർ എന്നാണ് ഇപ്പൊ നമ്മൾ പറയാ. ഇതാണ് സ്ക്വയർ മീറ്റർ. മലയാളത്തിലാണെങ്കിൽ ചതുരശ്ര മീറ്റർ. സിമ്പിൾ അല്ലേ? അപ്പൊ ചതുരശ്ര, ഒരു സ്ക്വയർ അധികം വരുള്ളൂ. ആരെ കൂടെ? ഏരിയ, പരപ്പളവ് പറയുമ്പോൾ അതിന് ഉത്തരത്തിന് കൂടെ. ഇവിടെ സെന്റിമീറ്ററിലായതുകൊണ്ട് സ്ക്വയർ സെന്റിമീറ്റർ, ഇവിടെ മീറ്ററിലായതുകൊണ്ട് സ്ക്വയർ മീറ്റർ. അത്രേ ഉള്ളൂ കേട്ടോ. ഈ കാര്യം എല്ലാവരും ആലോചിക്കുക. അപ്പൊ ലെങ്ത്തും ബ്രെഡ്ത്തും മൾട്ടിപ്ലൈ ചെയ്താൽ ഏരിയ, പരപ്പളവായി. ഇത്രേ ഉള്ളൂ. പിന്നെ ഇതിന്ന് കുറെ ചോദ്യങ്ങൾ പല രൂപത്തിലാക്കിയിട്ടായിരിക്കും എക്സാമിന് ചോദിക്കുക. അതിന്റെ ഉത്തരം എങ്ങനെ പറയാ? ലെങ്ത്തും ബ്രെഡ്ത്തും മീറ്ററിലായാൽ ഏരിയ എന്താണ്? സ്ക്വയർ മീറ്ററിൽ. ലെങ്ത്തും ബ്രെഡ്ത്തും സെന്റിമീറ്ററിലായാൽ ഏരിയ സ്ക്വയർ സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ലെങ്ത്ത് മീറ്ററും ബ്രെഡ്ത്ത് സെന്റിമീറ്റർ ആയാലോ? നമ്മൾ പറ്റിച്ചാൽ എക്സാമിന് അങ്ങനെയൊക്കെ നമ്മൾ പറ്റിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഏത് രൂപത്തിൽ നമ്മൾ പറ്റിച്ചാലും എക്സാമിന് ഫുൾ മാർക്ക് മേടിക്കുക എന്നുള്ളത് നമുക്ക് നിർബന്ധം അല്ലേ? അപ്പൊ അതിലൊക്കെ എങ്ങനെ പറ്റിക്കപ്പെട്ടാലും ചോദ്യം പല രൂപത്തിൽ ചോദിച്ചാലും ഉത്തരം എഴുതാനുള്ള കാര്യങ്ങളൊക്കെ മാഷ് നിങ്ങൾക്ക് വൈകുന്നേരം 7:30 ലൈവിൽ പറഞ്ഞുതരും. അപ്പൊ ആരും ആ ലൈവ് മിസ്സാക്കാതിരിക്കുക. അത് നമുക്ക് മുഴുവൻ കാര്യങ്ങളും പഠിക്കാനുള്ളതാണ്. അപ്പൊ കൃത്യം വൈകുന്നേരം 7:30 ലൈവിലോട്ട് വരിക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നോട്ടുകളൊക്കെ നമ്മൾ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് വഴി നമ്മൾ റിപ്പോർട്ട് തരുന്നുണ്ട് കേട്ടോ. വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും രീതി താഴെ റൈറ്റ് ചാറ്റിൽ നമ്മൾ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി നമ്മൾ കമന്റ് സെക്ഷനിൽ നമ്മൾ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ലിങ്ക് വെച്ചിട്ട് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടെന്ന് ഉറപ്പാക്കുക. കാരണം നിങ്ങൾക്ക് വേണ്ടി നോട്ടുകളൊക്കെ നമ്മൾ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് വഴി കിട്ടും. അപ്പൊ നമുക്ക് എന്തായാലും വൈകുന്നേരമുള്ള ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് കാണാം. കൃത്യം 7:30 ക്ലാസ്സുകളൊന്നും ആരും മിസ്സാക്കാതിരിക്കട്ടോ. നമുക്ക് അതിൽ എക്സാമിന് എങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക, ആ ചോദ്യം മുഴുവൻ പഠിക്കുക. അതെങ്ങനെ ഉത്തരം എഴുതാനുള്ള ട്രിക്കൊക്കെ മാഷ് പറഞ്ഞു തരുന്നതാണ്. നമുക്ക് വൈകുന്നേരം കാണാം. ബൈ ബൈ.